നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അവരുടെ ഒന്നാമത്തെ ഇന്നിങ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റണ്ണാണ് എടുത്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. കളി അവസാനിപ്പിക്കുമ്പോൾ റഹ്മത്ത് ഷാ 43 റണ്ണുമായും അഫ്സർ സസായി 3 റണ്ണുമായുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി മാനവ് സുധാറിൻ്റെ അരങ്ങേറ്റം അതിഗംഭീരമായിരുന്നു. ലെഫ്റ്റ് ആം സ്പിന്നറായ ഇടങ്കയ്യൻ സ്പിന്നറായ മാനവ് സുധാർ 3 വിക്കറ്റ് വീഴ്ത്തി. 5 3 വിക്കറ്റും മാനവ് സുധാറിനാണ്. മാനവ് സുധാർ 15.5 ഓവറിൽ 21 റണ്ണ് മാത്രം, മനസ്സിലാക്കണം, 16ാമത്തെ ഓവറാണ് എറിയുന്നത്, 21 റണ്ണ് മാത്രം വിട്ടുകൊടുത്താണ് 3 വിക്കറ്റ് വീഴ്ത്തിയത്. അതിൽ അദ്ദേഹം എറിഞ്ഞ 15.5 ഓവറിൽ 7 എണ്ണം മെയ്ഡിനായിരുന്നു, 7 എണ്ണം. അപ്പോൾ അതാണ് അവസ്ഥ. പ്രസിദ്ധ് കൃഷ്ണ, ഫാസ്റ്റ് ബൗളറായ പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെയാണ് 5 വിക്കറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഓർഡറിൽ ആർക്കും അങ്ങനെ നന്നായി ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അബ്ദുൾ മാലിക് 16, സെദിഖുള്ള അത്തൽ 17, റഹ്മാനുള്ള ഗുർബാസ് 12, ഹഷ്മത്തുള്ള ഷാഹിദി ക്യാപ്റ്റനാണ് അവരുടെ. ഹഷ്മത്തുള്ള ഷാഹിദിക്ക് 20 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ ടോപ്പ് ഓർഡറിൽ ആരും തന്നെ മെച്ചപ്പെട്ട് ബാറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഭേദപ്പെട്ട് ബാറ്റ് ചെയ്യുന്ന റഹ്മത്ത് ഷാ 43 റണ്ണുമായി ക്രീസിലുണ്ട്. അത് എത്രത്തോളം മുന്നിലേക്ക് പോകും എന്നത് കണ്ടു തന്നെ അറിയണം. നിലവിൽ 451 റണ്ണ് പിറകിലാണ് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 564. 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരുന്നു ഇന്ത്യ. ഉച്ചഭക്ഷണ സമയത്ത് 475-ന് 6 ആയിരുന്നു. അവിടെ നിന്ന് വാഷിങ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി അടിച്ചു. 52 റണ്ണുമായി ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. മാനവ് സുധാർ 28 റൺ അടിച്ചു, മുഹമ്മദ് സിറാജ് 22 റൺ അടിച്ചു. അങ്ങനെ ഇന്ത്യ 564, 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 ഡിക്ലെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റണ്ണാണ് എടുത്തിട്ടുള്ളത്. അവർ 451 റണ്ണിന് പിറകിലാണ്. ആദ്യം ഫോളോ വൺ ഒഴിവാക്കണം. ഫോളോ വൺ ഒഴിവാക്കാൻ ഇനിയും അവർക്ക് 250 റണ്ണ് വേണം. 251 റണ്ണ് വേണം. 252 റണ്ണ് വേണം യഥാർത്ഥത്തിൽ. അപ്പോൾ ആദ്യം ഫോളോ വൺ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. അത് നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മിക്കവാറും ഇത് ഒരു ഇന്നിങ്സ് തോൽവിയിലേക്ക് പോകുമോ അഫ്ഗാനിസ്ഥാൻ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആദ്യം ഫോളോ വൺ ഒഴിവാക്കാൻ വേണ്ട 252 റണ്ണ് കണ്ടെത്തുമോ അഫ്ഗാനിസ്ഥാൻ എന്ന് നാളെ മിക്കവാറും അറിയാൻ കഴിയും.